നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കാനഡയിൽ നിന്നുള്ള പരാതി ഗൗരവകരമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പീഡനവും ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ കൃത്യമായ തെളിവുകൾ ശേഖരിച്ചതായി അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കി. ഗർഭം അലസിപ്പോയ സാഹചര്യത്തിൽ ആ ഭ്രൂണവുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ തെളിവുകൾ യുവതി സൂക്ഷിച്ചു വെച്ചുവെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഇത് DNA പരിശോധന ഉൾപ്പെടെയുള്ള തെളിവാധിഷ്ഠിത അന്വേഷണങ്ങൾക്കാണ് വഴി തുറക്കുന്നത്. അന്വേഷണം തുടരുന്ന സാഹചര്യത്തിൽ DNA പരിശോധനയിൽ നിന്ന് രാഹുലിന് ഇനി ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഇതോടെ ആ ഗർഭത്തിന്റെ ഉത്തരവാദി ആരെന്ന് വ്യക്തമാകുന്ന തലത്തിലേക്ക് കേസ് മാറും. പീഡനത്തെ തുടർന്ന് ഗർഭിണിയായ യുവതി രാഹുൽ നിർബന്ധിച്ച് ഗർഭഛിദ്രത്തിന് ഇരയാക്കി എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ ഗർഭം അലസിപ്പോയ ഭ്രൂണം യുവതി തെളിവായി സൂക്ഷിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. നേരത്തെ രാഹുൽ DNA പരിശോധനയ്ക്ക് സാമ്പിൾ നൽകുവാൻ വിസമ്മതിച്ചിരുന്നു. എന്നാൽ യുവതിയുടെ കൈവശമുള്ള ഈ തെളിവ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതോടെ കുഞ്ഞിന്റെ പിതൃത്വം സംബന്ധിച്ച സത്യം പുറത്തുവരും. ഇത് കേസിൽ നിർണായക വഴിത്തിരിവാകും. കോടതിയെയും പോലീസ് ഇത് അറിയിക്കും. കേരളത്തിലെ പീഡന കേസുകളുടെ ചരിത്രത്തിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത തെളിവുകളുമായാണ് യുവതി പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. ബലാത്സംഗത്തിന് പുറമെ രാഹുൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളും പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. പാലക്കാട് ഫ്ളാറ്റ് വാങ്ങുവാൻ പണം ആവശ്യപ്പെട്ടതും യുവതിയിൽ നിന്ന് പലപ്പോഴായി ലക്ഷങ്ങൾ കൈക്കലാക്കിയതും വെറും ആരോപണമല്ലെന്ന് ബാങ്ക് രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. രാഹുലിന്റെ അക്കൗണ്ടിലേക്കും അദ്ദേഹത്തിന്റെ വിശ്വസ്തരുടെ അക്കൗണ്ടിലേക്കും യുവതി പണം കൈമാറിയതിന്റെ കൃത്യമായ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ പരാതിക്കാരി പോലീസിന് നൽകിയിട്ടുണ്ടെന്നാണ് സൂചന. കൂടാതെ വില കൂടിയ വാച്ചുകൾ വാങ്ങി നൽകിയതിന്റെ ബില്ലുകളും പോലീസ് ശേഖരിച്ചെന്നും സൂചനയുണ്ട്. ഒരാഴ്ച മുൻപാണ് കാനഡയിൽ നിന്ന് യുവതിയുടെ പരാതി പോലീസിന് ലഭിച്ചത്. പരാതി ഗൗരവമാണെന്ന് കണ്ടതോടെ പൂങ്കുഴലി IPSന്റെ നേതൃത്വത്തിൽ രഹസ്യാന്വേഷണം തുടങ്ങിയിരുന്നു. യുവതി കാനഡയിൽ നിന്ന് വീഡിയോ കോൺഫറൻസിലൂടെ നൽകിയ മൊഴിയും ബാങ്ക് രേഖകളും ഒത്തുനോക്കിയ ശേഷം മാത്രമാണ് പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയത്. പരാതിക്കാരി ഉടൻ കാനഡയിൽ നിന്ന് നാട്ടിലെത്തി നേരിട്ട് മൊഴി നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ സമാനമായ പരാതികൾ ഉയർന്നപ്പോൾ രാഹുൽ രാഷ്ട്രീയമായി പ്രതിരോധിച്ചിരുന്നു. എന്നാൽ ഇത്തവണ ഇമെയിൽ വഴി പരാതി കൊടുക്കുവാൻ യുവതി തയ്യാറായതോടെ പോലീസിന് നിയമപരമായി മുന്നോട്ടു പോകാൻ വഴി തുറന്നു. ആദ്യ 2 കേസുകളിൽ കോടതി സംരക്ഷണം കിട്ടിയെങ്കിലും ഈ 3-ാം കേസിൽ ഭ്രൂണവും ബാങ്ക് രേഖകളും തെളിവായി എത്തുന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്കുമുറുകുമെന്നത് ഉറപ്പാണ്. മുൻപും ഈ യുവതിയുടെ കാര്യം പോലീസ് അറിഞ്ഞിരുന്നു. എന്നാൽ അന്നൊന്നും രേഖാമൂലം പരാതി നൽകിയില്ല. ഇപ്പോൾ അതിന് തയ്യാറാവുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ 3-ാമത്തെ ബലാത്സംഗ പരാതിയിൽ ക്രൂരതകൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. ഹോട്ടൽ മുറിയിൽ ക്രൂരമായ ബലാത്സംഗത്തിനാണ് ഇരയായതെന്നും രാഹുൽ മുഖത്തടിച്ചുവെന്നും മുഖത്ത് തുപ്പിയെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു. ഗർഭിണി ആയപ്പോൾ അത് മറ്റാരുടെയെങ്കിലും കുഞ്ഞായിരിക്കുമെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചെന്നും ഇതോടെ താൻ ഭ്രൂണത്തിന്റെ DNA പരിശോധനയ്ക്ക് ഒരുങ്ങി എന്നുമാണ് യുവതി നൽകിയ മൊഴിയിൽ പറയുന്നത്. ലാബ് ജീവനക്കാർ സാമ്പിൾ ആവശ്യപ്പെട്ടെങ്കിലും DNA പരിശോധനയോട് രാഹുൽ സഹകരിച്ചില്ലെന്നും യുവതി വീഡിയോ കോൺഫറൻസിൽ മൊഴി നൽകി. തെളിവുകൾ പക്കലുണ്ടെന്നും പോലീസിന് കൈമാറാൻ ഒരുക്കമാണെന്ന് പരാതിക്കാരി അറിയിക്കുകയായിരുന്നു. നിലവിൽ കേരളത്തിന് പുറത്തുള്ള യുവതി ഇന്ന് രാത്രിയോടെ നാട്ടിലെത്തും. എത്തിയാൽ ഉടനെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു ഈ പീഡനം നടന്നത്. വിവാഹ ബന്ധത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്താണ് രാഹുലിനെ പരിചയപ്പെട്ടത്. സമൂഹ മാധ്യമം വഴിയാണ് പരിചയം. പ്രണയബന്ധം സ്ഥാപിക്കുകയും വിവാഹബന്ധം വേർപെടുത്തുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. തന്നെ വിവാഹം കഴിക്കാമെന്ന് രാഹുൽ വാഗ്ദാനം നൽകി. തന്നെ വിട്ടുപോകാതിരിക്കാൻ ഒരു കുഞ്ഞ് വേണം എന്ന് രാഹുൽ നിർബന്ധിച്ചു. ഒരു കുഞ്ഞുണ്ടായാൽ വീട്ടിൽ വിവാഹത്തിന് വളരെ വേഗം സമ്മതിക്കുമെന്നും രാഹുൽ പറഞ്ഞു. നേരിൽ കാണാൻ രാഹുൽ ആഗ്രഹം പ്രകടിപ്പിച്ചു. റെസ്റ്റോറന്റിൽ കാണാമെന്ന് പറഞ്ഞപ്പോൾ വരാൻ വൈകുമെന്നായിരുന്നു മറുപടി. പൊതുപ്രവർത്തകനായതിനാലും പാർലമെന്റ് ഇലക്ഷൻ സമയം ആയതിനാലും പൊതുവിടത്തിൽ കാണാൻ ആകില്ലെന്നാണ് രാഹുൽ പറഞ്ഞത്. ഒരു ഹോട്ടലിന്റെ പേര് നിർദ്ദേശിച്ച് അവിടെ റൂം ബുക്ക് ചെയ്യുവാൻ പറഞ്ഞു. പറഞ്ഞതനുസരിച്ച് റൂം ബുക്ക് ചെയ്ത് കാത്തിരുന്നു. റൂമിൽ എത്തിയ പാടെ ഒരു വാക്ക് പോലും പറയും മുൻപേ തന്നെ കടന്നാക്രമിച്ചു. ക്രൂരമായ ലൈംഗിക ആക്രമണമാണ് നേരിടേണ്ടി വന്നത്. മുഖത്ത് അടിക്കുകയും മുഖത്ത് തുപ്പുകയും ദേഹത്ത് പലയിടത്തും മുറിവുണ്ടാക്കുകയും ചെയ്തു. ഓവുലേഷൻ ഡേറ്റ് ആണെന്ന് പറഞ്ഞിട്ടും കുഞ്ഞുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഇതിനുശേഷം വീണ്ടും തന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും പോയില്ല. ഗർഭിണി ആണെന്ന വിവരം അറിയിച്ചപ്പോൾ അസഭ്യം പറയുകയും അധിക്ഷേപിക്കുകയും ചെയ്തു. മറ്റാരുടെയെങ്കിലും കുഞ്ഞാകുമെന്ന് പറഞ്ഞാണ് അധിക്ഷേപിച്ചത്. അതിൽ മനംനൊന്താണ് DNA പരിശോധനയ്ക്ക് പോയത്.
രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഗർഭചിത്രത്തിനുള്ള കടുത്ത സമ്മർദ്ദമുണ്ടായി. സ്ലട്ട് ഷേമിംഗും ഭീഷണികളും കടുത്ത ശാരീരിക മാനസിക സമ്മർദ്ദത്തിലാക്കി. തുടർന്ന് അബോർഷൻ വിവരം പറയാൻ വിളിച്ചപ്പോൾ ഫോണിൽ ബ്ലോക്ക് ചെയ്തു. ഇമെയിൽ വഴി വിവരം അറിയിച്ചെങ്കിലും മറുപടി ലഭിച്ചില്ല. ഈ അബോർഷനെ തുടർന്ന് കടുത്ത ശാരീരിക മാനസിക പ്രശ്നങ്ങൾ ഇപ്പോഴും അനുഭവിക്കുന്നതായി യുവതി പറയുന്നു. രാഹുലിന്റെ സുഹൃത്തും സഹായിയുമായ ഫെനി നൈനാനെ വിവരം അറിയിച്ചു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഒന്നും സംഭവിക്കാത്തതുപോലെ വീണ്ടും തന്നെ വിളിച്ചു. തകർന്നിരുന്ന തന്നോട് വീണ്ടും അടുപ്പത്തിന് ശ്രമിച്ചു. ഭാവിയിൽ ഒരുമിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം നൽകി. പാലക്കാട് ഒരു ഫ്ളാറ്റ് വാങ്ങി തരണമെന്നും ഒരുമിച്ച് അവിടെ വിവാഹം കഴിച്ചു ജീവിക്കാമെന്നും പറഞ്ഞു. ഫ്ളാറ്റ് വാങ്ങാനായി താനും രാഹുലും ബിൽടെക് ഗ്രൂപ്പിനെ സമീപിച്ചു. ഫ്ളാറ്റ് വാങ്ങാൻ നടന്നില്ലെന്നും പലപ്പോഴായി രാഹുൽ തന്നിൽ നിന്നും സാമ്പത്തിക സഹായം കൈപ്പറ്റി. വില കൂടിയ വാച്ചുകളും വസ്ത്രങ്ങളും ചെരുപ്പുകളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും വാങ്ങി നൽകി. രാഹുലിനെതിരെ ലൈംഗികാതിക്രമ പരാതികൾ ഉയർന്നപ്പോൾ അതിൽ വസ്തുതയുണ്ടെന്ന് മനസ്സിലാക്കി. പരാതിയുമായി താനും മുന്നോട്ടു പോകുമെന്ന് മനസ്സിലാക്കിയ രാഹുൽ ഭീഷണിപ്പെടുത്തി. തന്റെ കുടുംബത്തെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു. അച്ഛനെയും സഹോദരിയെയും അമ്മയെയും അപായപ്പെടുത്തുമെന്ന് ഭീഷണി മുഴക്കിയതായും യുവതി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. 3 ആരോപണങ്ങളെയും സാധൂകരിക്കുന്ന ശക്തമായ തെളിവുകളും പരാതിക്കാരി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. ഭ്രൂണഹത്യയ്ക്ക് ശേഷമുള്ള മെഡിക്കൽ രേഖകൾ, ഭ്രൂണഹത്യയ്ക്ക് ശേഷമുള്ള സാമ്പിൾ, സാമ്പത്തിക ചൂഷണത്തിനും മറ്റുമുള്ള ഡിജിറ്റൽ തെളിവുകൾ എന്നിവയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. മുമ്പ് രാഹുലിനെതിരെ ഉയർന്ന 2 പരാതികളെ അപേക്ഷിച്ച് നേരിട്ടുള്ള കൂടുതൽ തെളിവുകളുള്ള കേസായതിനാൽ തന്നെ MLAക്ക് കുരുക്ക് മുറുകുകയാണ്. താൻ ചതിക്കപ്പെട്ടുവെന്ന് തോന്നി തുടങ്ങിയ ഘട്ടത്തിലാണ് തെളിവുകൾ ശേഖരിച്ചു തുടങ്ങിയതെന്നാണ് പരാതിക്കാരിയുടെ മൊഴി. ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി രാഹുൽ യുവതിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ രാഹുൽ യുവതിയെ സകല ചാറ്റിംഗ് ആപ്പുകളിലും ഫോണിലും ബ്ലോക്ക് ചെയ്തു. പിന്നീട് തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമാണ് മാപ്പ് പറഞ്ഞ രാഹുൽ വീണ്ടും യുവതിയോട് അടുപ്പം പുനഃസ്ഥാപിച്ചത്. ഈ കാലയളവിലാണ് രാഹുൽ സാമ്പത്തികമായി ചൂഷണം നടത്തിയത്. ഫ്ളാറ്റ് വാങ്ങാൻ ഉൾപ്പെടെയുള്ള യുവതിയോട് പണം ചോദിച്ചു. പല വിലപിടിപ്പുള്ള സമ്മാനങ്ങളും ആവശ്യപ്പെട്ടു. പലതും യുവതി വാങ്ങി നൽകി. ഇതിന്റെ ഉൾപ്പെടെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചുവെന്നാണ് വിവരം. കസ്റ്റഡിയിലെടുത്ത MLA പത്തനംതിട്ട AR ക്യാമ്പിലേക്കാണ് എത്തിച്ചത്. പഴുതടച്ച നീക്കത്തിലൂടെ സ്റ്റാഫ് അംഗങ്ങൾ മുറിയിലില്ലാത്തപ്പോഴാണ് പോലീസ് ഹോട്ടലിൽ കയറി രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത്. യൂണിഫോമിലെത്തിയ പോലീസ്, വനിതാ പോലീസ് അടക്കമുള്ള 8 അംഗ സംഘം MLA കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഹോട്ടലിൽ എത്തി റിസപ്ഷനിലുള്ളവരുടെ ഫോൺ പിടിച്ചെടുത്ത ശേഷമാണ് പോലീസ് റൂമിലേക്ക് എത്തിയത്. ഫ്ളാറ്റ് ഒഴിഞ്ഞ ശേഷം KPM ഹോട്ടലിലായിരുന്നു രാഹുലിന്റെ താമസം. രാഹുലിനെതിരെ നിലവിൽ 3 ബലാത്സംഗ കേസുകളാണുള്ളത്. ആദ്യത്തെ കേസിൽ ഹൈക്കോടതി രാഹുലിനെ അറസ്റ്റ് തടഞ്ഞിരുന്നു. രണ്ടാമത്തെ കേസിൽ വിചാരണ കോടതി MLAക്ക് മുൻകൂർ ജാമ്യവും അനുവദിച്ചിരുന്നു. G. പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. പത്തനംതിട്ട കോടതിയിൽ രാഹുലിനെ ഹാജരാക്കും. പരാതിക്കാരി പത്തനംതിട്ടക്കാരിയാണ്.